നിങ്ങൾ ആരും ഉദ്ദേശിച്ച മറുപടി അല്ല ഞാൻ തരാൻ പോണേ. അത് ഇതൊന്ന് കേൾക്കും, എന്നിട്ട് ഞാൻ പറഞ്ഞു. ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. സത്യം പറഞ്ഞ ഒരു എന്താ പറയാ, തുറന്നു പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പുമില്ലാതെ അതിന്റെ ക്രെഡിറ്റ് വെറുതെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ്. സത്യമാണ് ഞാൻ പറഞ്ഞിട്ട് എന്താന്നുള്ളത്. ഇന്ന് ഇന്ത്യയിൽ എല്ലാം കൊണ്ടും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, മറ്റ് എല്ലാ കാര്യങ്ങളായിക്കോട്ടെ, വിദ്യാഭ്യാസവും മറ്റുള്ള എല്ലാ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഏറ്റവും നമ്പർ 1 കേരളത്തിലാണ്. അതെന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾ ഇന്ത്യയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും എടുത്തു നോക്കുക, അവിടെ ഒന്നും ഒരു വികസനമില്ല. കാരണം എന്താണ്? BJP ഭരിക്കുന്നതുകൊണ്ട് കേന്ദ്രത്തിന് BJP പൈസ കൊടുക്കണില്ല. ഇവിടെ BJP ഭരിക്കാത്തതുകൊണ്ട് കേന്ദ്രം വേഗം പൈസ കൊടുക്കുകയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത്? അപ്പൊ കേരളവും BJP ഭരിച്ചാൽ എന്താ അവസ്ഥ ഉണ്ടാവും അറിയോ? മോദി സർക്കാർ പൈസ കൊടുക്കൂല. അതുകൊണ്ട് എന്ത് വേണം? നമ്മൾ BJPനെ ജയിപ്പിക്കരുത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കുട്ടിക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. റേഷനരി ഈ 10 വർഷം മുമ്പ് ഉണ്ടായതാ, ഞാനൊക്കെ ജനിക്കണതിന്റെ മുമ്പുണ്ട്. ഇനി മെട്രോന്റെ ഫണ്ട് എങ്ങനെ വന്നു എന്നുള്ളതും അതിൽ കേന്ദ്രം എത്ര കൊടുക്കണം, കേരളം എത്ര കൊടുക്കണം എന്നുള്ളതും പോയി ഒന്ന് നോക്ക് എന്റെ പൊന്നാര പെങ്ങളെ. പിന്നെ റോഡിന് എത്ര കേന്ദ്രം കൊടുത്തു, എത്ര കേരള സർക്കാർ എടുത്തു എന്നുള്ളൂ അതൊന്ന് പോയി നോക്ക്. പിന്നെ കേരളത്തിന്റെ ഈ വളർച്ച ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ BJP സർക്കാർ വരുന്നതിന്റെ മുമ്പേ കേരളം അന്നും ഇന്നും എന്നും ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സംസ്ഥാനം BJP ഭരിക്കുന്നതിന്റെ മുമ്പും കേരളം തന്നെയായിരുന്നു. അല്ലാതെ BJP ഭരിച്ചതിന് ശേഷം നന്നായതൊന്നുമല്ല കേരളം. അത് കേരളത്തിലുള്ള ജനങ്ങൾക്കുള്ള വിദ്യാഭ്യാസം കൊണ്ടും അത് തലയിൽ അത്യാവശ്യം നന്നായിട്ട് തലച്ചോറന്നെ ഉള്ളതുകൊണ്ടാണ്. കാരണം ചാണകമല്ല അവർ തിന്നുന്നത്. തള്ളുമ്പോഴേ കുറച്ച് മയത്തിൽ തള്ളണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞ ഇതേ സംഗതി എടുത്തുകൊണ്ട് തന്നെ ഇതേമാതിരിയുള്ള നിങ്ങളുടെ അവിടെ പ്രചരണം നടത്തുന്ന സമയത്ത് ഇതൊക്കെ പൊളിച്ചെഴുതി കൊടുക്കണം. മറ്റെന്താ അറിയോ, ഈ ന്യൂസും കാര്യങ്ങളൊന്നും കാണാത്ത ആൾക്കാർ ഇത് വിശ്വസിച്ച് പോകും, പറഞ്ഞത് സത്യം എന്നുള്ളത്. പിന്നെ അറ്റ്ലീസ്റ്റിൻ്റെ പൊന്നാര പെങ്ങളെ, നീ ജസ്റ്റ് ഒന്ന് മറ്റുള്ളവർക്ക് ഒന്ന് അന്വേഷിക്കുക. നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ജസ്റ്റ് യൂട്യൂബിലെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടും ഒന്ന് നിങ്ങൾ യൂട്യൂബിലൊന്ന് നോക്കി. 100% അവിടെ അക്രമങ്ങളും പ്രശ്നങ്ങളും ബാത്റൂമില്ലാതെയും വീടില്ലാതെയും പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% കേരളത്തിൽ നടക്കുന്നുള്ളൂ. അതും പാടി നിങ്ങളൊന്ന് പോയി നോക്കുന്നത് നന്നായിരിക്കും. ഈ വോട്ട് കുത്തുന്നതിന് മുമ്പേ ജനങ്ങളൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്.